ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. അവിടെ എ വി ജയശങ്കർ ഉണ്ട്, അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന് മുന്നിൽ. ജയശങ്കർ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ തവണ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. കാരണം ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമവും അനുശാസിക്കുന്നതിനെതിരായി ഒന്നും താൻ ചെയ്തിട്ടില്ല, അതൊരു ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന ആ ഒരു രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്ന വകുപ്പുകളൊന്നും നിസ്സാരമല്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹം നിയമത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അടൂരും പാലക്കാടും കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോൾ അന്വേഷണം. അപ്പോൾ അടൂരെ വീടിന് മുന്നിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം സുരക്ഷയൊക്കെ നൽകിയിരുന്നല്ലോ. ഗുഡ് മോർണിംഗ് പ്രഭിത ക്രിസ്ത്യൻ. എന്തായാലും രാഹുലിന്റെ അടൂർ നെല്ലിമുകളിലെ വീടിന് മുന്നിലെ സുരക്ഷ പോലീസ് താൽക്കാലികമായി പിൻവലിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധ സാധ്യതയൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ സുരക്ഷ പിൻവലിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ പോലീസ് വാഹനമോ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയോ ഇവിടെ കാണാനായില്ല. പക്ഷേ ഇന്നലെ SFIയുടെ ഒക്കെ പ്രതിഷേധമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ ഇവിടെ മാറ്റിയിട്ടുണ്ട്. ആ ബാരിക്കേഡ് ഇതുവരെ പോലീസ് തിരികെ കൊണ്ടുപോയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം SFI മാത്രമാണ് ഇങ്ങോട്ടേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DYF ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും അവർ പിന്നീട് പ്രതിഷേധവുമായി വന്നില്ല. ഈ വീടുകളിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത് ശരിയല്ല എന്നൊരു നിർദ്ദേശം നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതമെല്ലാം തുടങ്ങിയ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ ഇന്ന് ഈ വഴി ആളും ആരവും ഒഴിഞ്ഞ അവസ്ഥയിലാണ്. കാരണം എത്ര വേഗത്തിലാണോ കേരളത്തിന്റെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്നു കയറിയത്, അതേ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 മാസം മുമ്പ് ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ച് പാർട്ടി സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ രാഹുൽ ഏകദേശം 1 മാസത്തോളം വനവാസം നടത്തിയത് ഈ രാഹുലിന്റെ ഈ വീട്ടിലായിരുന്നു. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാതെ വീടിനുള്ളിൽ കേന്ദ്രീകരിച്ചായിരുന്നു രാഹുലിന്റെ കാര്യങ്ങളൊക്കെ. ഇന്ന് ഈ അടൂരിലെ വീട്ടിലേക്ക് പോലും രാഹുൽ എത്താത്തൊരു സാഹചര്യമാണുള്ളത്. രാഹുൽ എവിടെ എന്നൊരു ചോദ്യം അതിങ്ങനെ നിൽക്കുന്നു. പാലക്കാട് MLA അബ്സ്കൗണ്ടിംഗ് ആണ്, രാഹുലിനെ കാണാനില്ലാത്തൊരു സാഹചര്യമാണ്. എന്തായാലും അടൂരിലെ വീട്ടിലേക്ക് രാഹുൽ എത്തിയിട്ടില്ല, എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അമ്മ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഈ വീട്ടിലുണ്ട്. എന്തായാലും പോലീസിന്റെ സുരക്ഷയൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തെക്കുറിച്ചൊന്നും നിലവിൽ പ്രതികരിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത്. എന്തായാലും വലിയ രാഷ്ട്രീയ ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരു യുവ നേതാവാണ് ഇപ്പോൾ എന്തായാലും ഈ ബലാത്സംഗ ഗർഭചിത്ര കേസുകളിലൊക്കെ പ്രതിയായി ഇങ്ങനെ ഒളിവിൽ ഉൾപ്പെടെ കഴിയേണ്ട ഒരു സാഹചര്യം വരുന്നത്. രാഹുൽ ഇങ്ങോട്ടേക്ക് എത്തുമെന്നൊരു ആകാംക്ഷയുണ്ട്, പക്ഷേ എത്താൻ സാധ്യതയേ ഇല്ല എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഓക്കെ, എ വി ജയശങ്കറാണ് പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന്റെ മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.